ഹായ്, നമസ്കാരം. ഫാൻസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മാള അരവിന്ദൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നുണ്ടല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരും. തൻ്റെ അസാമാന്യമായ അഭിനയ പാഠവും കൊണ്ട് അദ്ദേഹം നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ വേറിട്ട മുഖമായിരുന്നു അദ്ദേഹം. മാള എന്ന ദേശപ്പേരിനെ മലയാള സിനിമയുടെ ഭാഗമാക്കി മാറ്റി അദ്ദേഹം. മാള എന്ന് കേട്ടാൽ മതി, അത് മാള അരവിന്ദനാണ് എന്ന് മലയാളി ഉറപ്പിക്കും. അത്രയ്ക്കുണ്ടായിരുന്നു മാള അരവിന്ദൻ എന്ന അഭിനയ പ്രതിഭയുടെ ഖ്യാതി. അഭിനയത്തിൽ മനോധർമ്മം, പുതിയ പിള്ളേർ പറയും പോലെ കയ്യെന്നിട്ട് കളിക്കുന്ന അപൂർവം അഭിനേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കൂടെ അഭിനയിക്കുന്ന ചിലരെയെങ്കിലും അദ്ദേഹം നിഷ്പ്രഭരാക്കുന്ന നിരവധി രംഗങ്ങൾ നിരവധി സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തബലിസ്റ്റായിട്ടാണ് അദ്ദേഹം കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. എറണാകുളം വാവുക്കോട് എക്സൈസ് ഉദ്യോഗസ്ഥനായ തന്നാട്ട് അയ്യപ്പൻ്റെയും സംഗീതാധ്യാപിക പൊന്നമ്മയുടെയും മൂത്ത മകൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീടാണ് തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ വടമ എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നത്. സംഗീതാധ്യാപികയായ അമ്മ വീട്ടിൽ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുമ്പോൾ തകരപ്പാട്ടയിൽ താളമിടുമായിരുന്നു അദ്ദേഹം. ആ താല്പര്യം കണ്ടാണ് കൊച്ചിൻ മുഹമ്മദ് ഉസ്താദിനടുത്ത് തബല പഠിപ്പിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. നാടകങ്ങൾക്ക് അണിയറയിലിരുന്ന് തബല വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാടകരംഗത്തേക്കുള്ള രംഗപ്രവേശനം. കാട്ടൂർ ബാലൻ്റെ താളവട്ടം എന്ന നാടകത്തിൽ മറ്റൊരു നടൻ്റെ പകരക്കാരനായി അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം അരങ്ങത്തെത്തി. പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. 15 വർഷത്തോളം അദ്ദേഹം നാടകരംഗത്ത് പ്രവർത്തിച്ചു. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, കാലടി ഗോപി നേതൃത്വം നൽകിയ നാടകശാല പെരുമ്പാവൂർ, SL പുരം സദാനന്ദൻ്റെ സൂര്യസോമ തുടങ്ങി അന്ന് മലയാള പ്രൊഫഷണൽ നാടകരംഗത്ത് പ്രമുഖരോടൊപ്പം അദ്ദേഹം അരങ്ങത്ത് നിറഞ്ഞു നിന്നു. കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ, MS നമ്പൂതിരി, ബാബു നമ്പൂതിരി എന്നീ പ്രതിഭാധനർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു അന്ന്. കേരള സർക്കാർ ആദ്യമായി നാടകത്തിന് അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ സൂര്യസ്വാമിയുടെ നിധി എന്ന നാടകത്തിലെ അഭിനയത്തിന് ആ അവാർഡ് നേടിയത് മാള അരവിന്ദനായിരുന്നു. മനസ്സ്, സ്വരം, സമസ്യ, രാഗം, നിധി, രസ്ന എന്നീ നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. രസ്ന എന്ന നാടകത്തിലെ ചെല്ലപ്പൻ എന്ന കഥാപാത്രമാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വഴിയൊരുക്കിയത്. 1967 അഭിനയിച്ച തളിരുകൾ, 1968 അഭിനയിച്ച സിന്ദൂരം സിനിമയാണ് ആദ്യം പുറത്തിറങ്ങിയത്. ഈ സിനിമകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാവുന്നത്. എൻ്റെ കുഞ്ഞു എന്ന പേരിൽ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചെങ്കിലും ആ ചിത്രം പുറത്തിറങ്ങിയില്ല. 650-ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. 40 വർഷം അദ്ദേഹം മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നു. ഹാസ്യവേഷങ്ങളാണ് അദ്ദേഹം കൂടുതലും കൈകാര്യം ചെയ്തത് എങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും മിന്നുന്ന പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. താറാവ്, ഭൂതക്കണ്ണാടി എന്നീ സിനിമകളിലെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. പ്രസിദ്ധ സംവിധായകൻ വിനയൻ തൻ്റെ ചിത്രങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ അവസരം കൊടുത്തു. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലെ അന്ധഗായകനെ ആർക്കാണ് മറക്കാൻ കഴിയുക? 1981 JC സംവിധാനം ചെയ്ത താറാവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സഹനടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹം നേടി. തമിഴ് നടൻ നാഗേഷിൻ്റെ കടുത്ത ആരാധകനായിരുന്ന മാള അരവിന്ദൻ നിഷ്കളങ്കമായ ചിരി മലയാളിക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ്. കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമയിൽ മോഹൻലാലിനോടൊപ്പം നീയറിഞ്ഞോ മേലേമാനത്ത് എന്ന പാട്ടുപാടി അദ്ദേഹം പിന്നണി ഗായകനുമായി. 1940 ജനുവരി 15 ജനിച്ച മാള അരവിന്ദൻ 2015 ജനുവരി 28 75-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം ഈ ലോകം വിട്ടുപോയി. തബലിസ്റ്റും നാടക നടനും സിനിമാ നടനുമൊക്കെയായി കലാരംഗം നിറഞ്ഞു നിന്ന ആ മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികളോടെ ഫാൻസ് ടോക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.